ഹലോ പ്രിയപ്പെട്ടവരെ, ഇത്രയും നേരം ഞാൻ ന്യൂസ് ചാനലൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു നമ്മുടെ അർജുനെ കിട്ടിയോ കണ്ടെത്തിയോ എന്നൊക്കെ അറിയാനായിട്ട് കേട്ടോ. അപ്പോൾ 2-3 ദിവസമായിട്ട് ഇങ്ങനെ ഫുള്ള് ടി വിയുടെ അല്ലെങ്കിൽ മൊബൈലിൻ്റെ ഒക്കെ മുമ്പിലായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് ഈ പറമ്പിലെ കൃഷി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. വലിയ കൃഷിയൊന്നുമില്ല, കാരണം ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ട് കുറേ കാട് കയറി കിടക്കുമായിരുന്നു. പക്ഷെ നമ്മൾ ഇറങ്ങി തന്നെ ചെയ്തെങ്കിൽ മാത്രമാണല്ലോ നമുക്ക് ഇതിൽ നിന്നൊരു വിളവൊക്കെ എടുക്കാൻ പറ്റുള്ളൂ എന്ന് ഓർത്തപ്പോൾ മടിയൊന്നും പിടിക്കാതെ ഉച്ചയൂണ് കഴിഞ്ഞപ്പോൾ ഒരു ഉറക്കമൊക്കെ സാധാരണ പതിവുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അന്നത്തെ ദിവസം ഇങ്ങനെ ഒന്ന് മയങ്ങാതെയൊക്കെ ഇരുന്നിട്ട് വന്ന് ഇതൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് ഇതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ചെറിയ കൃഷി കാര്യങ്ങളും ഞാൻ എന്തൊക്കെയാണ് ചെയ്യാറ് എന്നുള്ളതും അതുപോലെ കോവല എങ്ങനെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാം എന്നുള്ളൊരു ടിപ്പൊക്കെ പറഞ്ഞു തരാം കേട്ടോ. വലിയ രീതിയിലുള്ള കൃഷിപ്പണികളൊന്നും ഷോൾഡർ പെയിൻ ഉള്ളത് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. മാത്രമല്ല തുടർച്ചയായ മഴ കാരണം കുറച്ച് നാളായിട്ട് പറമ്പിലെ പണികളൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. കോവലിൻ്റെ വിളവും ഒക്കെ കുറഞ്ഞു കേട്ടോ. നമ്മുടെ വീടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വലിയ പറമ്പാണിത്. ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ഒരു സാറാണ്. അപ്പോൾ എന്നോട് കൃഷി ചെയ്തോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് കാച്ചിൽ, ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ, വെണ്ട, പയർ, വഴുതനയൊക്കെയാണ് നട്ടിട്ടുള്ളത് കേട്ടോ. കുറച്ചൊക്കെ തനിയെ കിളിച്ചതുകൊണ്ട്. ചേന കണ്ടോ, കാട്ടുപന്നി കുത്തിയിട്ടിരിക്കുകയാണ് ഇവിടെ. ഭയങ്കര കാട്ടുമൃഗങ്ങളുടെ ശല്യമാണ് കേട്ടോ. കുരങ്ങനാണെങ്കിൽ പഴവർഗ്ഗങ്ങളൊക്കെ പറിച്ചുകൊണ്ട് പോകും, പച്ചക്കറിയൊക്കെ പറിച്ചുകൊണ്ട് പോയി കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ പുല്ലെല്ലാം വൃത്തിയാക്കുക എന്നുള്ളതാണ് എൻ്റെ ടാസ്ക്. പക്ഷെ ഇങ്ങനെ ഞാൻ പുല്ലൊക്കെ വൃത്തിയാക്കാൻ ഒരു ദിവസം ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 ദിവസത്തേക്ക് എനിക്ക് ഷോൾഡർ പെയിൻ കൂടുതലായിരിക്കും. എന്നാലും ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മച്ചി എന്നോട് തുടർന്ന് പഠിക്കുമ്പോഴുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തനിയെ ട്യൂഷൻ എടുത്തിട്ട് ഒരു വരുമാനമൊക്കെ കണ്ടെത്തിയാണ് കേട്ടോ ഫീസൊക്കെ കൊടുത്ത് പഠിച്ചത്. അമ്മച്ചിയെ സഹായിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കി ആരെ ആശ്രയിക്കാതെ ജീവിച്ചു പോകുന്നൊരു ശീലം ഉള്ളത് കൊണ്ടായിരിക്കാം ഇന്നും എൻ്റെ എല്ലാ ആവശ്യങ്ങളും നടത്തിത്തരാനായിട്ട് എൻ്റെ ഭർത്താവ് ഇങ്ങനെ നിൽക്കുവാണ്. പൈസ എടുത്തുകൊണ്ട് പോവും, വാങ്ങിക്കുക, അത് ചെയ്യേ, ഇത് ചെയ്തോ എന്ന് പറയുമ്പോഴും ആ ബുദ്ധിമുട്ടുകളിലൊക്കെ വളർന്നുകൊണ്ട് ആയിരിക്കാം എനിക്കങ്ങനെ ലാവിഷായിട്ട് പൈസ ചിലവാക്കാനും പറ്റില്ല. മറ്റൊരാളുടെ പൈസ എടുത്ത് ചിലവാക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുമാത്രമല്ല, എൻ്റെ പേരിലുണ്ടായിരുന്ന 10 സെൻറ്റ് സ്ഥലവും പോയി. പെട്ടെന്നൊരു ദിവസം ആരുമില്ലാതെ ഒന്നുമില്ലാതെ ഇടമില്ലാതെ ആയിപ്പോയി. അനാഥയെപ്പോലെ കുറച്ച് വർഷങ്ങൾ ജീവിച്ചു തീർത്ത ഒരുവളാണ് കേട്ടോ ഞാൻ. അന്ന് മനസ്സിൽ വേരുറച്ചൊരാഗ്രഹമാണ് സ്വന്തം പേരിൽ ഒരു 10 സെൻറ്റ് സ്ഥലം, ഏതെങ്കിലും ഒരു നാട്ടിൻപുറത്ത് ഒരു ചെറിയ വണ്ടി കയറുന്ന വഴി മതി. പിന്നെ അതിലൊരു കൊച്ചു വീട്, കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട മരങ്ങൾ, ചെടികൾ. അന്ന് തുടങ്ങിയതാണ് മണ്ണിനോടുള്ള ഒരു പ്രണയം. കഥ പറഞ്ഞ് ഇഞ്ചിയുടെ ചോടും വെണ്ടയുടെ ചോടും ഒക്കെ വൃത്തിയാക്കി കേട്ടോ. അപ്പോൾ വെണ്ടയുടെ ചൂട്ടിൽ നിന്നേ ഇങ്ങനെ തണ്ടുകൾ പൊട്ടിച്ചെടുക്കുന്നത് വെണ്ട നല്ല ഉയരം വെക്കുവാനായിട്ടും നല്ല വിളവ് കിട്ടുവാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. ഇതിൽ പുഴുശല്യം മാറ്റാനുള്ള ഒരു മരുന്നുണ്ടെന്ന് ഞാൻ പിന്നീട് പറഞ്ഞു തരാം കേട്ടോ. ഞാൻ ആശിച്ച പോലൊരു ജീവിതം കിട്ടിയത് എനിക്ക് ഇവിടെ വന്നേ പിന്നെയാണ് കേട്ടോ. ജീവിതത്തിൽ ഞാൻ സക്സസ് ആയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആയെന്ന് പറയും. കാരണം ഞാൻ ആത്മാവ് കൊണ്ട് ഇപ്പോൾ വളരെയധികം സന്തോഷം അനുഭവിക്കുന്നുണ്ട് കേട്ടോ. കാണുന്നവർക്ക് ജീവിതത്തിൽ ഇതൊരു കഷ്ടപ്പാടാണെന്ന് തോന്നിയാലും ഞാൻ വളരെയധികം ആത്മാവ് കൊണ്ട് സന്തോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ഇതാണ് മുയൽ ചെവിയൻ. ഈ മുയൽ ചെവിയനും ആടലോടകവും ചേർത്ത് വാട്ടിപ്പിഴിഞ്ഞ് രാവിലെ കുടിക്കുകയാണെങ്കിൽ ഒരു 3 ദിവസം കൊണ്ട് കഫക്കെട്ടും കുത്തിയുള്ള ചുമയെല്ലാം മാറും കേട്ടോ. കൂടെ പനങ്കൽക്കണ്ടും നല്ല ജീരകമൊക്കെ ചേർത്ത് നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടാവാനായിട്ട് വാട്ടിപ്പിഴിഞ്ഞെടുക്കാം. ഞങ്ങൾ ഭാര്യയും ഭർത്താവും ഞങ്ങൾ 2 പേരും, കാരണം അമ്മച്ചിക്ക് വയസ്സായി, ഞങ്ങൾ 2 പേരും നന്നായിട്ട് അധ്വാനിക്കുകയും ഒന്നിച്ച് സഹകരിച്ച് ഒരുമിച്ച് നിൽക്കുകയും വരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും സന്തോഷകരമായിട്ട് ജീവിക്കുകയും അതിൻ്റെയൊക്കെ ഒരു പുരോഗതി നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിച്ച് മറ്റുള്ളവർക്ക് കാണുവാനും സാധിച്ചു തുടങ്ങിയപ്പോൾ ഇതിലൊക്കെ അസൂയ മൂത്തിട്ട് ഇതൊന്നും സഹിക്കുവാൻ വയ്യാതെ നമ്മളോട് ഇങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ വ്യക്തി നമ്മുടെ ഞങ്ങളുടെ വീട്ടിലുള്ള ആരുമായിട്ട് സഹകരിക്കത്തില്ല, മിണ്ടത്തില്ല. അങ്ങനെ ആ ഒരു വ്യക്തി കാരണമാണ് എനിക്ക് നമ്മുടെ തന്നെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ വീട്ടിലെ പറമ്പ് എനിക്ക് കൃഷി ചെയ്യാമായിരുന്നു. ആ വീട് നമ്മളായിരുന്നു നോക്കിയിരുന്നത്. അപ്പോൾ ഇതൊന്നും എനിക്ക് അതിന് സാധിക്കാതെ വന്നു. ഇങ്ങനെ നിരന്തരം പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോന്നു കേട്ടോ. അങ്ങനെ മനസ്സ് വിഷമിച്ചിരുന്ന ഒരു സമയത്താണ് കേട്ടോ ഇവിടെ പാമ്പിൻ്റെ ശല്യമായിരുന്നു. ഇപ്പുറത്തെ ഇപ്പം ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പറമ്പ് മൊത്തവും കാട് കയറി കിടന്നപ്പോൾ ഇവിടെ നിന്ന് ശംഖുവരയം പാമ്പൊക്കെ ഇറങ്ങി നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് വരുന്നു. ഞങ്ങൾക്ക് മിക്കവാറും ഈ പാമ്പിനെ കാണുവാനേ സമയം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പാമ്പ് ശല്യത്തെക്കുറിച്ച് സാറിനോട് പരാതി പറഞ്ഞപ്പോൾ സാർ ഇവിടെ വൃത്തിയാക്കി തരാമെന്നും ഞങ്ങളോട് കൃഷി ചെയ്തോളാനും പറഞ്ഞു കേട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ ഓർഡർ കിട്ടിയ സന്തോഷം. എനിക്ക്
അപ്പം ഞാനും അത് എൻ്റെ ഇഷ്ടത്തിന് കൂട്ട് നിന്നാണ് കേട്ടോ. ഞാൻ ഈ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ പുള്ളിക്കും ബുദ്ധിമുട്ടാണ്. അങ്ങനെ സാറ് കാർഡ് എടുക്കാനൊന്നും വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ല. ഞങ്ങൾ തന്നെ വേഗം കാർഡ് എടുത്ത് ഞങ്ങൾ കൃഷി തുടങ്ങി ചെറിയ രീതിയിൽ. അപ്പോൾ കോവലിൻ്റെ തണ്ടൊക്കെ കൊണ്ടുവന്നത് ഈ സാറാണ് കേട്ടോ. ഈ ചൈന ഇവരെല്ലാം ട്യൂഷൻ പഠിപ്പിച്ചത് ഈ സാറായിരുന്നു. പണ്ട് ഇവിടെ ഒരു ട്യൂഷൻ സെൻറ്റർ ഉണ്ടായിരുന്നു ഈ പറമ്പിൽ. പിന്നെ സാറിപ്പോൾ തിരുവനന്തപുരത്ത് സെറ്റിൽഡ് ആണ്. ഒത്തിരി ഇച്ചിരി വയസ്സായി വരുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൃഷി കാര്യങ്ങളും ഒക്കെ നടക്കും. കൃഷിയേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് ഞാനിങ്ങനെ പുല്ല് പറിച്ചുകൊണ്ടിരിക്കലായിരിക്കും എൻ്റെ കൂടുതൽ പരിപാടികൾ. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. പല കാര്യങ്ങളിലും ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാലേ, 90% കഷ്ടപ്പാടുകളും 10% സന്തോഷമായിരിക്കും. ആ 10% സന്തോഷത്തെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ 90% കഷ്ടപ്പാടുകളും വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ ഇത് കാണുന്നവരോടൊക്കെ പറയാനുള്ളത്, ആൺപെൺ ഭേദമന്യേ നമ്മൾ വെറുതെ ഇരിക്കരുത്, മടി പിടിച്ച് അലസരായിട്ടിരിക്കരുത്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളെപ്പോഴും ഇങ്ങനെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ചുറ്റുമുള്ളവർക്കൊന്നും ഒരു ഭാരമാകാതെ. പലപ്പോഴും അവർ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ചിലപ്പോൾ അവർ പറഞ്ഞു എന്ന് വരില്ല. എപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ തന്നെ നിറവേറ്റുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി അത് വളരെ വലുതായിരിക്കും കേട്ടോ. മാത്രമല്ല, പലതുള്ളി പെരുവെള്ളം എന്ന് കേട്ടിട്ടില്ലേ? ഇതുപോലുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് നമുക്കത് എന്തായാലും സാമ്പത്തികമായിട്ടുള്ളൊരു നേട്ടം മാത്രമായിരിക്കും. ഒരിക്കലും എന്തെങ്കിലും ഒരു കൃഷി നമ്മുടെ ഒരു ഇടവേള ആയിട്ട് കിട്ടുന്ന സമയങ്ങളിൽ ചെയ്തു എന്ന് വെച്ചിട്ട് ആരും നശിച്ചു പോയ ചരിത്രമില്ല. അവർക്കൊക്കെ അഭിവൃദ്ധി ഉണ്ടായിട്ടേ ഉള്ളൂ. കൃഷി ഒരു തൊഴിലായിട്ട് മാത്രം കൊണ്ട് നടക്കുമ്പോഴാണ് കേട്ടോ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അതിന് ചിലപ്പോൾ പ്രകൃതി എന്തെങ്കിലും നാശങ്ങളോ മഴക്കെടുതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാട്ടുമൃഗങ്ങളുടെ ആക്രമണങ്ങളോ ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇങ്ങനെ കൃഷി ചെയ്ത് പഠിക്കുമ്പോഴേ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യാനും നമ്മൾ പഠിക്കും. നിങ്ങൾ ഇന്നിപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് പന്നി കുത്തിയിട്ടതാണ് കേട്ടോ ഈ ചേന പന്നി കുത്തിയിട്ടെങ്കിലും പ്രകൃതി അതിനൊരു എന്താ പറയുക ഒരു കരുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമതായിട്ടൊരു മുള വന്നിട്ടുണ്ട്, ഈ കണ്ടോ ഈ മുള. അപ്പോൾ ഞാൻ അതിന് കുറച്ച് മണ്ണ് വെട്ടിയിട്ട് കൊടുക്കുകയാണ്. അതിന് വളരുവാനുള്ള ഒരു അനുകൂല സാഹചര്യങ്ങൾ ഞാൻ ഒരുക്കി കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇതിന് മണ്ണിൽ നിന്ന് വലിച്ചോളൂ. ഞാൻ കുറച്ച് ചാണകപ്പൊടി ഇത് നട്ടപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴേക്ക് ചാണകപ്പൊടി എല്ലുകൂടി എന്തിനൂടെ ഇട്ട് കൊടുക്കണം. തനിയെ അതിനൊരു സിസ്റ്റം ഉണ്ട്. മഴ പെയ്യുമ്പോൾ ലഭിക്കുന്ന വെള്ളവും ഈ മണ്ണിൽ നിന്ന് കിട്ടുന്ന ധാതു ലവണങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതങ്ങ് വളർന്ന് വലുതായിക്കൊള്ളും. എൻ്റെ കൈക്ക് സുഖമില്ലാഞ്ഞിട്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ ഈ പറമ്പ് മൊത്തം ഭയങ്കര ഒരു കൃഷിത്തോട്ടം ആക്കിയനായിരുന്നു. അത് അറിഞ്ഞുകൊണ്ട് ദൈവം എനിക്ക് തന്നതാണെന്ന് തോന്നുന്നൊരു ചെറിയ പണി. ഇല്ലെങ്കിൽ റെസ്റ്റ് ഇല്ലാതെ ഞാൻ ഇങ്ങനെ 24 മണിക്കൂർ ഊണും ഉറക്കവും ഇല്ലാതെ ഈ പറമ്പിൽ തന്നെ ആയിരുന്നേനെ. കൈ വയ്യാത്തത് കൊണ്ടാണ് കുറച്ചൊക്കെ ജോലികൾ ചെയ്ത് ഒതുക്കിയതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് കയറി പോകുന്നത് തന്നെ. അല്ലെങ്കിൽ പറമ്പിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് കയറാൻ പോലും തോന്നാറില്ല കേട്ടോ. ഇത് കണ്ട് ഞാൻ കുറച്ച് പയറിട്ട് പാകി കഴിഞ്ഞപ്പോഴേക്കുമായിരുന്നു ഈ ഒടുക്കത്തെ മഴ ഇങ്ങ് തുടങ്ങിയത്. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് കയറി വരുവാനോ ഇതിൻ്റെ പയറിൻ്റെ വള്ളി ഒന്ന് പിടിച്ച് കെട്ടിക്കൊടുക്കുവാനോ ഒന്നും എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ ഞാൻ അതും കൂടെയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോഴേ വെറുതെ പോകണ്ട, കുറച്ച് കോവയ്ക്കയും കൂടെ പറിച്ചു കൊണ്ടുപോകാം. ഞാൻ ചേമ്പിൻ്റെ ഇല പറിച്ചൊരു എന്താ പറയുക ഒരു കുമ്പിളം ഉണ്ടാക്കിയിട്ട് ഇതിലോട്ട് ഈ കോവയ്ക്കൊക്കെ പറിച്ചെടുക്കുകയാണ്. ഒരു തോരനോ ഒരു മെഴുക്കുരട്ടിക്കോ ഉള്ളതൊക്കെ എന്തായാലും ഈ പറമ്പിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടും. ഇതിപ്പോൾ ഒന്നുമില്ല ഈ പറമ്പിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്കൊക്കെ ആയി വരുന്നേ ഉള്ളൂ. പച്ചക്കറി വിത്തുകളൊന്നും നട്ടാൽ കിളിക്കാൻ പറ്റാത്ത പരുവത്തിൽ മഴയായിരുന്നു. ഇനിയിപ്പോൾ അതെല്ലാം മാറി തുടങ്ങുന്നുണ്ട്. ഞാൻ എന്തായാലും ഈ കോവലിന് ഇച്ചിരി വളം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് ചാണകപ്പൊടിയും ചാരവും ഇത് കണ്ടോ ചായപ്പൊടിയുടെ മട്ട് ഞാൻ ഓരോ ദിവസവും ചായ ഇടുമ്പോൾ അതിൻ്റെ ചായപ്പൊടി കഴുകി ഊറ്റിയെടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. ടിന്നിലിരുന്ന് തന്നെ അതങ്ങ് സെറ്റ് ആയിക്കോളും. അപ്പം ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുവട്ടിലോട്ട് ആ കൊന്നയില വെട്ടിയ കമ്പുകളൊക്കെ അങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ ഇട്ട് ഇതെല്ലാം അതിൽ അവിഞ്ഞ് കിടന്ന് മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല വളമായിട്ട് ഇനി നിങ്ങൾ നോക്കിക്കോട്ടെ. കോവൽ നിറച്ച് കോവയ്ക്ക ഉണ്ടാവും കേട്ടോ. അപ്പോൾ ടിപ്സുകളൊക്കെ ഞാൻ പറഞ്ഞു തരാം, വേറെയുണ്ട്. അപ്പോൾ വളം ഇത്ര ഇട്ട് കൊടുത്താൽ മതി. കോവലിനും വെണ്ടയ്ക്കൊക്കെ ഇതുപോലെ ഇച്ചിരി ചാരകവും ചാണകപ്പൊടിയും അതുപോലെ തന്നെ എന്താ പറയുക ചായപ്പൊടി മുട്ടൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ട നല്ല ഉച്ചവെയിലിൽ തെളിയുന്ന നീലാകാശം കാണാൻ നല്ല ഭംഗിയില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ കുറേ എഴുതിയിട്ടുണ്ട്. ഉച്ചവെയിലിൽ തെളിയുന്ന നീലാകാശം പോലെ എനിക്കിഷ്ടമാണെന്നൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒരു കാലം. അപ്പം അങ്ങനെ ഇതെല്ലാം പറമ്പിലോട്ട് വന്നത് കൃഷിപ്പണിക്കാണെങ്കിലും പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ഇറങ്ങി വരുമ്പോൾ കണ്ടോ നടക്കുന്ന വഴിയിലൊക്കെ തനിയെ കിളിച്ച് നിൽക്കുന്നതാണ് വെണ്ടത്തൈകൾ. ഇതിനൊന്നും നമ്മൾ പ്രത്യേകിച്ച് പരിചരണം ഒന്നും കൊടുക്കണ്ട കേട്ടോ. അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമൊക്കെ ഒരുക്കി കൊടുത്തതിൻ്റെ ചുവട്ടിലെ പുല്ലൊക്കെ ഒന്ന് പറിച്ചു കൊടുത്താൽ മതി. ഇന്നിപ്പോൾ എനിക്കിനി വൈകിട്ട് കടയിൽ പോകണം. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ പണി മതിയാക്കുകയാണ് കേട്ടോ.
ഞാൻ വന്നപ്പോൾ ഇവിടെ വാഴയോ ഒന്നും ഇല്ലായിരുന്നു. കണ്ട ചേമ്പ് തനിയെ അവിടെ കിളിച്ച് വെക്കുന്ന ചേമ്പാണിത്. ഞാൻ നട്ടതല്ല, കണ്ട 2 വാഴ നട്ടതാണ് കേട്ടോ. ഇവിടെ വാഴ ഇല്ലായിരുന്നു ഈ പറമ്പിൽ. ഞാനാണ് ഇവിടെ വാഴ നട്ട് പിടിപ്പിച്ചത്. എൻ്റെ കാന്താരി ഉണ്ട്, വെള്ളക്കാന്താരി. ഇത് പറിച്ച് ഞാൻ കൊടുക്കും കേട്ടോ, കടയിൽ കൊണ്ടുപോയി. സ്വന്തമായിട്ട് വരുമാനമില്ലെന്നോ ഇടമില്ലാതായി പോയെന്നോ ഒന്നും ഓർത്ത് ആരും വിഷമിക്കണ്ട കേട്ടോ. നമ്മൾ ശ്രമിച്ച് ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ പോകുമ്പോൾ ഈ ഇടങ്ങളൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ലല്ലോ. അങ്ങനെ ഓർത്താൽ മാത്രം മതി. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.